പിന്നെ ഒരു വർത്താനുണ്ട്. എന്താണെന്ന് വെച്ചാ പറ. സ്വിമ്മിംഗ് പൂൾ ആക്കിയ സഞ്ജു ടെക്കിക്കെതിരെ പോലീസ് നടപടിയും വ്ളോഗർ പ്രോസിക്യൂഷൻ നടപടിയും നേരിടേണ്ടി വരും. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ഇക്കാലത്ത് പണി പാലും വെള്ളത്തിലും കിട്ടും. നിങ്ങൾക്ക് കാണാം, കോടതിയിൽ കൊടുക്കുമ്പോൾ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ മറുപടി കോടതിയിൽ സമർപ്പിക്കുമ്പോൾ നിയമപരമായി ചെയ്യാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ചെയ്യും. ഞാനെന്താ വേണ്ടത്? ആദ്യപടിയായി മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങളുടെ ലംഘനത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി. പോലീസ് കേസിനൊപ്പം മോട്ടോർ വാഹന വകുപ്പും പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും. സന്തോഷായി. പണത്തിനോട് ആർത്തി തോന്നുമ്പോൾ മനുഷ്യന് ബുദ്ധിഭ്രമം സംഭവിക്കും. ഈ ആർക്കും എന്ത് ഗോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട. ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും. സ്വപ്നല്ല വാസുവേട്ടാ, സത്യമാ സത്യം. സംശയമാണെങ്കിൽ വാസുവേട്ടൻ നോക്കിയേ. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്, ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തണം. കാര്യമായിട്ട് പറയണം. എനിക്ക് തോന്നുന്നത്, ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. അത് നേരാവാനാണ് വഴി. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ പറഞ്ഞ, നിയമം അനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ. അവരാണ് യഥാർത്ഥ നല്ല പൗരന്മാർ. ഇതൊരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല. MED വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്തു വന്നിട്ട് എൻ്റെ റീച്ച് കൂടി 10,000 കൂടി. ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സംസ്കാരം എന്ന് കരുതരുത്. അതാ ഇനി മീഡിയക്കാരുടെ പുറകില് ആരെങ്കിലും മീഡിയക്കാരെ കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അവരെന്നെ ടാർഗറ്റ് ചെയ്ത് എന്റെ വാക്കുകൾ വളച്ചൊടിച്ച് എനിക്കെതിരെ എന്നെ യൂസ് ചെയ്തോണ്ടിരിക്കുവാണ്. പിന്നെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. എന്റെ ഭാഗത്ത് തെറ്റാണ്. ഇത് പബ്ലിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാകുമ്പോ ഇങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഒരു പ്രൈവറ്റ് സ്പേസിൽ ഇതൊക്കെ അണ്ടർ സൂപ്പർവിഷനിൽ ചെയ്യേണ്ട കാര്യമാണ്. ഒരബദ്ധം പറ്റിപ്പോയി. അത് പക്ഷെ ഞാൻ ഒരു പബ്ലിക്കിലോട്ട് പോയോണ്ടാണ് ഇത്ര വിഷയമായത്. അപ്പൊ നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ കെയർഫുൾ ആയിരിക്കും. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?